ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാട്ടോ പറയണേ. നമ്മൾ പഠിച്ചിറങ്ങി പിള്ളേരുണ്ടെങ്കിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ MOH DH എന്നുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഫീൽഡിൽ സംബന്ധിച്ചുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് എഴുതിയെടുത്തിട്ട് കയറാൻ നോക്കുക കേട്ടോ. അങ്ങനെ കയറുവാണെങ്കിൽ കുറേ നല്ല നല്ല വേക്കൻസീസ് ഒരുപാട് വരുന്നുണ്ട് രജിസ്റ്റർ നേഴ്സുമാർക്ക്. ഇവിടെ നിന്നല്ല, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എല്ലായിടത്തും UAയിലും എല്ലാ ഹോസ്പിറ്റലുകളിലും മിക്ക ഹോസ്പിറ്റലിലും നിറയെ വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ ശ്രമിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇല്ലാത്തവരാണെങ്കിൽ അത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് അലയേണ്ട ആവശ്യം വരത്തില്ല ഒരുപാട്. പിന്നെ ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് വേറെ കോഴ്സുകളെടുത്ത് പഠിക്കുന്ന പിള്ളേരോടും ഉമ്മമാരോടും പാപ്പമാരോടും ഒക്കെ ആയിട്ട് പറയണേ, കൂടുതലായിട്ട് മക്കളെ മെഡിക്കൽ ഫീൽഡിലോട്ട് ഇറക്കാൻ നോക്കുക. ഓക്കെ, നല്ല സ്കോപ്പുള്ളതാണ്, നല്ല സ്കോപ്പുണ്ട്. എന്നെ കണ്ടതിൽ വെച്ച് എനിക്കിപ്പോൾ തോന്നുന്നത്, ഇവിടെ വന്നിട്ട് തോന്നുന്നത്, ഇഷ്ടംപോലെ നേഴ്സ് അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി തെളിഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും അങ്ങനെ ശ്രമിച്ചു നോക്കുക. പിന്നെ സൗണ്ട് ക്ലിയർ ആവുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിക്കാനും, അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും ഒരു ജോലിയോ ഒരു കാര്യമില്ല, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ കളിച്ചിരിച്ചിറന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നിൽക്കണം, എല്ലാ ഒരു ആവശ്യം ലിമിറ്റ് വെച്ച്. ഇന്നത്തെ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളും കുഞ്ഞു മക്കളുടെ അടുത്തുനിന്ന് കുറേ ലഹരി അതും ഇതാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ഉണ്ട്. എങ്ങനെയാണെങ്കിലും നമുക്കൊരു സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും മുമ്പിൽ കൈ നീട്ടേണ്ട വരത്തില്ല. അപ്പോൾ അതിന് പെൺകുട്ടികളാണെങ്കിലും എല്ലാവരാണെങ്കിലും, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ നല്ല ബോധമുള്ള മക്കളാണ്. പക്ഷെ അത് ചില മക്കളത് മിസ്യൂസ് ചെയ്യുക. അതങ്ങ് ഗ്രഹിക്കാൻ പറ്റണില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളതൊക്കെ നോക്കിക്കണ്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് കുറേ അങ്ങ് വിടാതെ അവരുടെ ഭാവിക്ക് വേണ്ടി, ഇപ്പം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളോട് ദേഷ്യം വരും, അവരുടെ ഭാവിക്ക് വേണ്ടി അവരൊരു മെഡിക്കൽ ഫീൽഡോ അങ്ങനെ പെട്ടെന്ന് ജോലി സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ഫീൽഡിലോട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഇറക്കുക. ഓക്കെ, പിന്നെ വേറെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, അപ്പന്മാരും ഉമ്മമാരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ഒക്കെ കേട്ടിട്ട് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവിയൊന്നും കളയാതെ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.